ചെറിയൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേയും കൂടാണ്. ഇന്ന് നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ 100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളായിരിക്കില്ലേ ഈ 100 സബ്സ്ക്രൈബറൊക്കെ ആകുമ്പോൾ എന്താ ഇത്ര പറയാനെന്നില്ലേ. പക്ഷേ എന്നെ സംബന്ധിച്ച് ആ 100 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റാണ് കേട്ടോ. അതായത് ഒരു സബ്സ്ക്രൈബർ മുതൽ ആ ഒരാൾ മുതൽ ഇപ്പം നമുക്ക് 10, 20, 30 അങ്ങനെ 100 ആളായി. ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം എന്നല്ലേ പറയാറ്. അപ്പോൾ ഒരു തുള്ളി ആയിട്ടല്ലേ പല തുള്ളിയാവുന്നത്, അതുപോലെ പെരുവെള്ളമാവുന്നത്. അതുപോലെ നമ്മളെ സബ്സ്ക്രൈബർ ഒന്നിൽ നിന്ന് തുടങ്ങിയിട്ട് 100 ആളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹാപ്പിയായി ഞാൻ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കേട്ടോ. ഇത് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ്. ഞാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയാം കേട്ടോ. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ എൻ്റെ കൂടെ എന്നും വേണം. അപ്പോൾ പറഞ്ഞാൽ തീരില്ല കേട്ടോ, നന്ദി പറഞ്ഞാൽ തീരില്ല. ഈ 100 ആൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഫാമിലി ബ്ലോഗും കൂടി ഉണ്ട് കേട്ടോ. ചെറിയൊരു ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു ഒത്തൊരുമിച്ച ദിവസം കൂടി. ഇനി വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല, എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിലിങ്ങനെ വെറുതെ ഒന്ന് ഒത്തുകൂടും കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കളിച്ച് ചിരിച്ച് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഒത്തുകൂടാറുണ്ട്. അതുപോലെ ഒരു ദിവസമായിട്ടെന്ന്. അപ്പം ഇന്ന് എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയതാണ്. അനിയത്തി എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളാണ്. എനിക്ക് അനിയത്തില്ല, എനിക്കൊരു ബ്രദറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ എല്ലാവരും കൂടെ ഒന്ന് അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് ഞാനും രാവിലെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്താ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നമുക്കൊരു അവിൽ കുഴച്ചാലോ എന്നുള്ളൊരു ചർച്ച വന്നിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയതാണ് കൊച്ചിക്കൊയ എന്നാട്ടോ ഇതിന് പറയാം ഇവിടെ. അതെന്താ അങ്ങനെ ഒരു പേര് എന്നുള്ള എനിക്കറിയില്ല. ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ്, പക്ഷെ ഇതിന് കൊച്ചിക്കൊയ എന്ന് പറയാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിതിന് അവിൽ കുഴച്ചത് എന്നാട്ടോ പറയാറ്. അപ്പോൾ അത് പ്രത്യേകത വെച്ചാൽ മിക്സിയിലല്ല കേട്ടോ, അല്ലാതെ നമ്മളിതാ പിന്നെ ഈ കലത്തിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക കേട്ടോ ചെയ്യുക. കടൈക്കോലൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം നമ്മളടുത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പഴമൊക്കെ പൊളിച്ചിങ്ങനെ അതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതെൻ്റെ മാമനാണിത് മിക്സ് ചെയ്യുന്ന ആൾ, എൻ്റെ ഉമ്മൻ്റെ ബ്രദറാട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒടിച്ചെടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുക. അപ്പോൾ ഞാനിത് റെസിപ്പിയായി എടുക്കുന്ന ഏതായാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് എടുത്തതാട്ടോ ഇത്. പിന്നെ അതാ അതിലേക്ക് നാരങ്ങ നീരാട്ടോ ഒഴിക്കുന്നത്. കുറച്ചധികം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഇത് കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 10-20 ആൾ 20-25 ആളുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ കുറച്ചധികം പഴവും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഒഴിച്ചത് ഇഞ്ചി നീരാട്ടോ. ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീര്, അതുപോലെ തന്നെ ഈ ചെറിയുള്ളിയില്ലേ, ചെറിയുള്ളി ഇതുപോലെ കൃഷി ചെയ്തിട്ട് അതും കൂടെ അതിലേക്ക് ഇട്ടണേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കുട്ടികളെ എല്ലാം സൗണ്ടൊക്കെ ആയതുകൊണ്ടേ. അങ്ങനെ മാമൻ ഇതാ അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിടണേ. ഇനി ഇത് അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 പേക്ക് പാല് നമ്മൾ 3-4 പേക്കിൻ്റെ അടുത്തെങ്ങാനും വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ഇതാ ഇളക്കി ലൂസാക്കി എടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മിക്സ്. ഇനി അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അവിൽ വേണമല്ലോ. അപ്പോൾ അത് അവിൽ ചെരിഞ്ഞു കൊടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക്. നല്ല ഞെരിഞ്ഞ അവിലാട്ടോ ഇതിന് നല്ലത്, ഇല്ലെങ്കിലൊന്ന് വറുത്തെടുത്താലും മതി. അപ്പോഴേക്കും ഇതാ കുട്ടികളെല്ലാവരും ഇരുന്നിട്ടുണ്ട്, പ്ലേറ്റൊക്കെ വെച്ച് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം എൻ്റെ അമ്മായി എല്ലാവർക്കും അവിലും ഇതൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അമ്മായികൾ കുറേ ആളുണ്ട് കേട്ടോ. അപ്പോൾ ഒരാളിതാ അവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കൂടുമ്പോൾ നല്ല രസമാട്ടോ. നമ്മൾ എന്തെങ്കിലും ടെൻഷനും മൂഡോ ഒക്കെ ആയിരിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ
എല്ലാവരോടും ഇങ്ങനെ കൂടി ഒന്ന് സംസാരിച്ച് കളിച്ച് ചിരിച്ചിങ്ങനെ പിരിയുമ്പോൾ അന്നത്തെ ആ ദിവസം തന്നെ നമുക്ക് ആകെ മാറി നല്ല ഉഷാറാവും നമ്മൾ കേട്ടോ. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു സന്തോഷം നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് കൂടും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും തട്ടിക്കൂട്ടായിട്ടുണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും ഒഴിച്ചു കൊടുത്ത് എല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ ഫാമിലിയിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവരുടെ ഫാമിലിയിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇടയ്ക്ക്. അപ്പോൾ ഞാനിതാ എനിക്ക് കിട്ടിയ പ്ലേറ്റുമായിട്ട് ഞാനിതാ കഴിക്കാൻ വേണ്ടി ഇരുന്നാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് പഴമൊക്കെ ഇരിപ്പുണ്ടായിന്. അപ്പോൾ അത് പഴംപൊരിയൊക്കെ ആക്കി കഴിച്ച് ആകെ മൊത്തം അവിടെ കുട്ടിച്ചോറാക്കിയാട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.